ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. യേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. ക്രിസ്തേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോൾ വിശുദ്ധരാജനോടെന്നും വാഴുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോൾ വിശുദ്ധരാജനോടെന്നും വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ഈ ലോകരെ
ലോകമേറ്റവും നിന്ദിച്ചിരുന്നവർ വന്ദിതരാകാൻ കാലമടുത്തു പോൽ. ഈ ലോകമേറ്റവും നിന്ദിച്ചിരുന്നവർ വന്ദിതരാകാൻ കാലമടുത്തു പോൽ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. അല്പനത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ദൈവത്തിന് സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യവും. 9-ാം മണിനേരത്ത് യേശു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ഉറക്ക നിലവിളിച്ചു എന്നാണ് പറഞ്ഞത്. മർക്കോസ് സുവിശേഷത്തിൽ അത് അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ക്രിസ്തുവിനെ എന്നാണ് കാണുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ നിലവിളി ആർക്കെങ്കിലും വിഷയമാണോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യേശു നിലവിളിച്ചു, യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. എന്തിനാണ് ഈ ഉച്ചത്തിൽ നിലവിളിച്ചത്? നമുക്കറിയാം, ക്രൂശിക്കപ്പെടുമ്പോൾ അതിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ അധികം പേർക്ക് നിൽക്കാൻ പറ്റില്ല. പുരുഷാരങ്ങളെല്ലാം വളരെ അകലെയാണ് നിൽക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഉറക്ക നിലവിളിച്ചു, എല്ലാവരും കേൾക്കത്തക്കവണ്ണം. തൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് യേശു പിതാവാം ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ മനുഷ്യരും കേൾക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പിതാവായ ദൈവം പുത്രനെ കൈവിട്ടു എന്നാണ് നമ്മുടെ കാണുന്നത്. യേശു ക്രിസ്തു പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് അവസ്ഥയിൽ ദൈവം എന്നെ കൈവിട്ടല്ലോ എന്നുള്ള ഒരു നിലവിളിയാണ്. ദൈവം കൈവിടാനുള്ള കാരണം നമുക്കറിയാം. പാപമില്ലാത്ത ദൈവം, വെളിച്ചം മാത്രമാകുന്ന ദൈവം, പാപത്തിന് അല്പം പോലും ഇടമില്ലാത്ത ദൈവം ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമക്കാനാണ്. യേശുവിനറിയാമായിരുന്നു മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമെന്ന് അറിയാമായിരുന്നു. ക്രൂശിൽ അത് നിർവഹിക്കാൻ വേണ്ടി കിടന്ന സമയത്ത്, തൻ്റെ അവസാന സമയത്തായപ്പോഴത്തേക്ക് യേശു നിലവിളിക്കുകയാണ്, ദൈവമേ, നീ എന്നെ കൈവിട്ടോ. നേരത്തെ അറിയാമായിരുന്നു പാപം വന്നാൽ പിതാവായ ദൈവത്തിൻ്റെ മുഖം മറയുമെന്നുള്ളത് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ആ നിലവിളി ഭൂമിയിലുള്ള സകല മനുഷ്യരും കേൾക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. തൻ്റെ പുത്രൻ്റെ നിലവിളി, പുത്രൻ സഹിച്ച വേദന, സങ്കടം, പുത്രന് വഹിച്ച ആ വളരെ ദാരുണമായ അന്ത്യം ആർക്കും ലഭിക്കാത്തതായ ഒരു ദാരുണമായ അന്ത്യമാണ് ലഭിച്ചത്. സ്വന്തം പാപം കൊണ്ടല്ല എല്ലാവരും ക്രൂശിക്കപ്പെടുന്നത്, അവരുടെ പാപം കൊണ്ടാണ്. അവർക്ക് തക്കതായ ശിക്ഷയാണ് കൊടുക്കുന്നത്. എന്നാൽ യേശു പാപം ഒന്നും ചെയ്തിട്ടില്ല, എങ്കിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ പാപം ചുമന്നു. അവൻ നിലവിളിക്കുകയാണ്. പാപം ചുമന്നതിലല്ല, പാപത്തിൻ്റെ കാഠിന്യമല്ല, പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയതിലുള്ള വലിയ നിലവിളിയാണ്. ദൈവത്തിന് സ്തോത്രം. പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുക. നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കെങ്കിലും അതൊരു വിഷയമാണോ? ശാന്തമായി ഒന്ന് ചിന്തിച്ച് നോക്കണേ. നമ്മുടെ ദൈനംദിന ജീവിത തിരക്കിനിടയ്ക്ക് ദൈവമായിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടോ ഇപ്പോഴും ഉണ്ടോ?
ഏതെങ്കിലും കാരണവശാൽ അത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നമുക്ക് നിലവിളിയുണ്ടോ? ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടിയാലും ശരി, ഇത് നഷ്ടമായി പോയതിലുള്ള ആ വലിയ സങ്കടം നമുക്കുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം അതിനെ എന്തിനാണ് കേൾക്കുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ജ്ഞാനം സമ്പാദിക്കാനല്ല അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, നിക്കോദീമോസ് എന്ന് പറയുന്ന ആ പരീശന്മാരുടെ പ്രമാണിയായ മനുഷ്യനെ എല്ലാ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിലും അവന് നിത്യജീവൻ്റെ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേദപുസ്തകം പഠിക്കുന്നതോ ഗ്രഹിക്കുന്നതോ അഗാധമായി നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടൊന്നും മനുഷ്യവർഗത്തിന് ഒരു പ്രയോജനം കിട്ടുന്നില്ല. അത് ജ്ഞാനം മാത്രമായിട്ട് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ജ്ഞാനത്തിൻ്റെ വാക്കുകളല്ല നിങ്ങളോട് പറയുന്നത്. എന്നാൽ അതിൽ ആത്മാവുണ്ടായിരിക്കണം. അതിനകത്ത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതായ കാര്യങ്ങളാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. വചനം ഏത് രീതിയിൽ വേണേലും നമുക്ക് വായിച്ച ബുദ്ധിയിലേക്ക് കയറ്റാം. എന്നാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്നിൽ നിന്ന് വരേണ്ട പ്രതികരണം എന്താണ്, ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെ സംബന്ധിച്ച് എനിക്ക് തിരുത്താനുള്ളത് എന്താണ്, ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്, ആ ബന്ധത്തിന് തടസ്സമായ പിശാചിൻ്റെ ആ അവകാശം എൻ്റെ ഉള്ളത്തിലുണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് വരുന്നു, പാപം വന്നാൽ ദൈവത്തിൻ്റെ മുഖം മറയും. നമുക്കറിയാം, എത്ര ഏദൻ തോട്ടത്തിൽ അവർ വലിയ പാപമൊന്നും ചെയ്തതായിട്ട് നമ്മളാരും ചിന്തിക്കത്തില്ല. എന്നാൽ അവിടെ പാപം വന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പോയി, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ നിർദാക്ഷിണ്യം പുറത്താക്കി തീർന്നു. അവിടെ പിന്നെ രണ്ടാമൊരു ചിന്തയില്ല അവിടെ. പ്രിയ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ വചനത്തിനൊക്കെ എത്ര ഗൗരവം കൊടുക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ പാപമുള്ളത് നാം ഗൗരവമായിട്ട് കാണാറുണ്ടോ? അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, വലിയ പാപമായിക്കോട്ടെ, പ്രവൃത്തിയിലുള്ള പാപമായിക്കോട്ടെ, ചിന്തയിലുള്ള പാപമായിക്കോട്ടെ, വികാരത്തിലുള്ള പാപമായിക്കോട്ടെ, മനോഭാവത്തിലുള്ള പാപമായിക്കോട്ടെ, അല്ല സ്വപ്നത്തിലുള്ളതായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട എൻ്റെ ശരീരത്തിലും ആത്മാവിലും പിശാചിൻ്റെ അവകാശം ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുഖം മറയും. ഇന്നത്തെ കാലത്തത് മനുഷ്യൻ മനസ്സിലാക്കാത്ത വലിയൊരു സത്യമാണ്. സാരമില്ല സാരമില്ല എന്ന് പറയുന്നൊരു മനോഭാവം പണ്ടു മുതലേ ഉണ്ട്. വളരെ പഴയ കാലത്ത് തൊട്ട് തന്നെ പാപത്തെക്കുറിച്ച് അല്പം പോലും ഗൗരവമില്ലാതെ പാപത്തെ സാരമില്ലെന്ന് കാണുന്ന വലിയൊരു സമൂഹമാണ് എക്കാലത്തും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള പഠിപ്പീരും ഉണ്ടായിരുന്നു. മനുഷ്യനല്ലേ, ബലഹീനല്ലേ, പാപമൊക്കെ വരും, അത് ഏറ്റുപറഞ്ഞാലും മതി, കർത്താവ് ക്ഷമിച്ചുകൊള്ളും. എന്നാൽ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ക്രൂശിൽ കാണുന്നൊരു കാര്യം, പാപത്തെ പിതാവായ ദൈവം എങ്ങനെയാണ് കാണുന്നത്? സ്വന്തം പുത്രനാണ്, ശരിയാണ്, ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനാണ്, ശരിയാണ്. പക്ഷേ പാപം വന്നപ്പോൾ ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്? അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല പ്രിയരെ. പാപം ചെയ്യുന്ന ദൈവം മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്നവന് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല, ബന്ധപ്പെടാൻ കഴിയില്ല. നിത്യജീവനാണ് നഷ്ടപ്പെടുന്നത്, സ്വർഗരാജ്യമാണ് നഷ്ടപ്പെടുന്നത്, ദൈവമായിട്ടുള്ള ബന്ധമാണ് നഷ്ടപ്പെടുന്നത്. അവൻ അങ്ങനെ നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ എത്ര കാലം വേണേലും ജീവിക്കുകയും ചെയ്യാം. ആദാം പാപം ചെയ്തിട്ട് എത്രയോ വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചു, ദൈവമായിട്ട് ബന്ധമില്ലാതെ, നിത്യജീവൻ്റെ അവകാശമില്ലാതെ, ആത്മാവിൽ ബന്ധമില്ലാതെ എത്രയോ കാലം ഭൂമിയിൽ ജീവിച്ചു. ഏത് മനുഷ്യനും അങ്ങനെ ജീവിക്കാൻ പറ്റും. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതൊന്നും ഒരു വിഷയമല്ല. ദൈവവചനം എന്തു പറയുന്നു അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നാം എടുത്തേ പറ്റുള്ളൂ. പിതാവായ ദൈവം പുത്രനെ ആദരിച്ചില്ലെങ്കിൽ, അവനെ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ, അവൻ്റെ മുഖം മറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് പാപത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. പാപത്തിൻ്റെ ഗൗരവം ആരും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ല. പാപം വന്നാൽ ആത്മാവ് മരിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ജനം വഴിതെറ്റി നടക്കുന്നു. സാരമില്ലെന്ന് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പാപം പിശാചിൻ്റെ അവകാശമുള്ളപ്പോഴാണ്, പിശാചും മനുഷ്യന് ക്രിയ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്യാൻ പ്രേരണ വരുന്നത്. വളരെ കൃത്യമാണ്. ഏദൻ തോട്ടത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ച കാലത്ത് ആ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം അവർക്ക് ആകർഷണമായിരുന്നില്ല. അവർക്കൊരിക്കലും എൻ്റെ അടുത്ത് ചെല്ലണമെന്നോ അത് പറിക്കണമെന്നോ തിന്നണമെന്നോ തോന്നിയില്ല. എന്നാൽ പിശാചിനിടം കൊടുത്തപ്പോൾ അവർക്കുണ്ടായ ആദ്യ പ്രതികരണം എന്താണ്? അത് മനോഹരമായ പഴമാണ്,
അത് ജ്ഞാനം പ്രാപിക്കാൻ കൊള്ളാവുന്നതാണ്, അത് തിന്നാൻ കൊള്ളാവുന്നതാണല്ലോ ചിന്ത വന്നു. എവിടുന്ന് വന്നു? പിശാച് അകത്ത് നിന്ന് നമുക്ക് പറഞ്ഞു കൊടുത്തു. പിശാചിൻ്റെ ഉപദേശത്തിന് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. ഇത് ദൈവം വളരെ ദുഃഖിക്കുന്ന കാര്യമാണ്, ദൈവത്തിന് വേദനയുള്ള കാര്യമാണ്, ദൈവം സങ്കടത്തോടെ കരയുന്ന ഒരു കാര്യമാണ്. തൻ്റെ മോഹന സൃഷ്ടി തൻ്റെ ആത്മാവിന് കീഴ്പ്പെടേണ്ടതിന് പകരം പിശാചിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് പോകുന്ന കാണുമ്പോൾ, അവൻ എന്നേക്കുമായി യാതനാസ്ഥലത്തേക്ക് പോകുന്ന കാണുമ്പോൾ, സാത്താൻ്റെ ആ കാര്യപരിപാടി അവനിൽ ജയിക്കുന്ന കാണുമ്പോൾ ദൈവം കരയുന്നു, ദൈവം ദുഃഖിക്കുന്നു. ഈ സത്യം മുഴുവൻ ലോകമറിയാനാണ് യേശു ഒച്ചത്തിൽ നിലവിളിച്ചത്. ഇതാരും കേട്ടില്ല എന്ന് വരരുത്. അപ്പോസ്തലന്മാർ പറയുന്നതല്ല, യേശു തന്നെ സ്വന്തം തൻ്റെ ജീവിതത്തിലേക്ക് നിലവിളിച്ചൊരു കാര്യമുണ്ട്. പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഉറക്ക നിലവിളി, ദൈവം എന്നെ കൈവിട്ടല്ലോ എന്നുള്ള നിലവിളി. പ്രിയപ്പെട്ടവരെ, ദൈവം കൈവിടുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ്റെ അവകാശം നമുക്ക് നഷ്ടമായി പോവുക എന്നുള്ളതാണ്. ഈ ലോകത്ത് നമുക്ക് പാപത്തിൽ ജീവിക്കാം, എത്ര കാലം ദൈവം തരുന്ന ആയുസ് എത്ര കാലം വേണേലും നമുക്ക് ജീവിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിത്യജീവൻ്റെ അവകാശം നഷ്ടമാക്കിയായിരിക്കും ഇരിക്കുന്നത്. ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിൻ്റെ അടിമമുഖത്തിൽ കഴിയുന്ന സകല മനുഷ്യരും അവൻ പിശാചിൻ്റെ ബന്ധനത്തിലാണ്. വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ശത്രുവുമായി നാം ഒരു കോംപ്രമൈസിലെത്തിയാൽ ദൈവം മാറിപ്പോവും, അത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടും, നമ്മുടെ വെളിച്ചം നഷ്ടപ്പെടും, നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും. ഈ ഭൂമിയിൽ സാത്താൻ്റെ അതേ സ്വഭാവത്തോടെ നമുക്കിവിടെ ജീവിക്കേണ്ടി വരും. അത് മനസ്സിലാക്കാനാണ് ദൈവം അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞ, ദൈവമേ നീ എന്നെ കൈവിട്ട എന്ത്? യേശുവിൻ്റെ കുഴപ്പമല്ല, യേശുവിൻ്റെ ദൗത്യമാണത്. യേശു പാപം ചെയ്തില്ലേലും മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമന്നപ്പോൾ അവൻ പാപമാക്കപ്പെട്ടു. എവിടെ പാപമുണ്ടോ, എവിടെ പിശാചിൻ്റെ അവകാശമുണ്ടോ, ദൈവത്തിന് അങ്ങോട്ട് നോക്കാൻ സാധിക്കുകയില്ല. ഇതിൽ നാം എന്താ പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ? പാപത്തെ ലഘുവായി ചികിത്സിക്കരുത്, പാപം നിസ്സാരമായി കാണരുത്. പാപം മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ്. പാപം മനുഷ്യന് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമാണ്. ദൈവം പാപത്തെ നീക്കാൻ എല്ലാ പ്രൊവിഷനും തന്നിട്ടും മനുഷ്യൻ അതിന് അല്പം പോലും വില കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ്. പാപം ഏറ്റവും വലിയ വിഷമാണേലും അത് മാറ്റാനുള്ള പ്രൊവിഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചതുകൊണ്ട് ന്യായവിധിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അവർക്ക് വെളിച്ചം വേണ്ട, അവർക്ക് പാപത്തിൽ രസിച്ചാൽ മതി, പാപത്തിൻ്റെ ഇമ്പത്തിൽ കഴിഞ്ഞാൽ മതി, ഈ ലോകത്തിലെ സുഖങ്ങൾ ആസ്വദിച്ചാൽ മതി. ഈ ലോകത്തിലെ കാര്യങ്ങളാണ് അവരുടെ ചിന്താ വിഷയം മുഴുവനും. അവർക്ക് ദൈവികമായ കാര്യപരിപാടി വേണ്ട, ദൈവം തരുന്ന അനുഗ്രഹം വേണ്ട, ദൈവം ഹൃദയത്തിൽ വരുന്ന മനോഹരമായ അവസ്ഥ അവർക്ക് വേണ്ട. സ്വർഗീയ സമാധാനവും സന്തോഷവും വേണമെന്നുള്ള ആഗ്രഹം മനുഷ്യനിൽ ഇന്ന് കാണാനേയില്ല. ലോകം അതുപോലെ അതിക്രമിച്ച് ഓരോ മനുഷ്യനും കീഴടക്കിയിരിക്കുന്നതാണ്. ലോകമെന്ന് പറഞ്ഞാൽ പിശാച് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ ആദരിക്കാത്ത ആ സ്നേഹം, അവനെ തകർത്ത് കളഞ്ഞ സ്നേഹം, അവിടെ യെശയ്യാപ്രവചനം പറഞ്ഞിട്ടുണ്ട്, അവനെ സമ്പന്നന്മാരോടുകൂടി അവൻ്റെ മരണത്തെ ഉൾപ്പെടുത്തുന്നു. സമ്പന്നന്മാരോടുകൂടിയായിരുന്നു അവൻ്റെ മരണം. പിന്നീട് പറയുന്നുണ്ട്, മഹാനോടുകൂടി ഓഹരി പങ്കിട്ടുവെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇത്രമാത്രം ദൈവം അവനെ നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടും, നമുക്ക് പകരമായി യാഗം അർപ്പിച്ചിട്ടും, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ ദൈവം ഉപയോഗിച്ചിട്ടും നാം എന്തുകൊണ്ട് ഇന്നും പാപത്തിൽ കഴിയും? നാം ഇന്നും ലോകത്തിൻ്റെ അടിമകളല്ലേ? ഇന്നും പാപത്തിൻ്റെ അടിമകളല്ലേ നമ്മൾ? ഇതിനെന്ത് പരിഹാരം? വലിയ പാപം, ചെറിയ പാപം എന്നൊക്കെ നമ്മുടെ കൂട്ടായ്മയിൽ അനേകർ പറയും. അങ്ങനൊരു പാപം ഉണ്ടോ? എവിടെ പാപമുണ്ടോ അതിൻ്റെ ഉറവിടം പിശാചിൽ നിന്നാണ്. പിശാചാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. ആ പാപം ചെയ്യിക്കുന്ന ദൈവത്തിന് വിരുദ്ധമായിട്ടാണ്. പാപം ചെയ്യുന്നവൻ്റെ ആത്മ നശിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ വീണ്ടും അവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ്റെ അടിമപ്പാടിൽ കഴിയുന്നു, ഈ ബന്ധനത്തിൽ അവൻ കഴിയുന്നു. ഈ ബന്ധനം അർത്ഥ മാറ്റാൻ മനുഷ്യന് ഒന്നും ചെയ്യാൻ താല്പര്യവുമല്ല. അതാണ് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം.
രക്ഷയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും ദൈവം വെച്ചിട്ടുണ്ടെങ്കിലും രക്ഷകനെ കാണുന്നില്ല, രക്ഷ സ്വന്തമാക്കുന്നില്ല, രക്ഷയുടെ വചനം സ്വീകരിക്കുന്നില്ല, രക്ഷകന്റെ കാൽപാദങ്ങളിലേക്ക് ചെല്ലുന്നില്ല, ബന്ധനങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല, ദൈവത്തോട് വ്യക്തമായ തീരുമാനം പറയുന്നില്ല, ദൈവത്തിനു വേണ്ടി ജീവിതം വേർതിരിക്കുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ദൈവമാണ് എൻ്റെ പിതാവ്, ദൈവമാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ക്രൂശ് ചൂട്ടിലേക്ക് അർപ്പിക്കാൻ മനസ്സ് വരുന്നില്ല. നമുക്ക് വായിക്കാം ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 46. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അത്യുച്ചത്തിൽ നിലവിളിച്ച യേശു. ആദ്യം പിതാവ് ബന്ധം നഷ്ടപ്പെട്ടതിൽ നിലവിളിച്ചു, ഉറക്കം നിലവിളിച്ചു. രണ്ടാമത്തെ നിലവിളി എവിടെയാണ്? ഞാൻ എൻ്റെ ആത്മാവിനെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. മർക്കോസ് സുവിശേഷം 15:37 മത്തായി 27:50 യേശു ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്നാണ് പറയുന്നത്. മനോഹരമായൊരു ജീവിതാവസാനം. മനുഷ്യൻ എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കേണ്ടത് യേശു കാണിച്ചു തന്നു. ഉറക്കം നിലവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും കേൾക്കണം, ഭൂമിയിലുള്ള സകല ജനങ്ങളും കേൾക്കണം. യേശുവിൻ്റെ രണ്ടാമത്തെ വരെ എല്ലാ മനുഷ്യരും മനസ്സ് കുറിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് അവസാനം പ്രാണൻ വിടേണ്ടത്. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ശരിയാണ്, എങ്കിലും ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ നിയോഗമാകയാൽ സമാധാനത്തോടെ യേശു തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പ്രാണനെ വിട്ടു. സ്തോത്രം. ഞാൻ അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി കാണുകയാണ്. എത്ര മനോഹരമായൊരവസാനം. ഭൂമിയിൽ ജീവിച്ച ഒരു നല്ല ആയുസ് അത് തികയ്ക്കുകയാണ്. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആശ്വാസത്തോടെ, സംതൃപ്തിയോടെ, എൻ്റെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ, അർഹതയില്ലാത്ത എനിക്ക് ഈ മഹാഭാഗ്യം തന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇതാ ഈ ഭൂമിയോട്ട് കടന്നു പോകുന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ മരണക്കിടക്ക് എങ്ങനെ ഭാഗ്യകരമായൊരു മരണമാക്കാം എന്നുള്ളത് യേശു കാണിച്ചു തന്നൊരു മനോഹരമായൊരു കാര്യമാണ്. സർവ്വജനങ്ങളും കേൾക്കുകയാണ് യേശു ഇത് പറഞ്ഞത്. എല്ലാവരും കേൾക്കണം. ഒന്ന്, പാപം വന്നാൽ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നുള്ള ഉറക്കെ കേൾക്കണം. രണ്ട്, അവസാന കാലം വരുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ട് സംതൃപ്തിയോടെ മരിക്കാനുള്ളൊരു ഭാഗ്യം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിച്ച് എന്നുള്ള ഉറപ്പും ധൈര്യവും അവസാന കാലത്തെ നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ ജീവിച്ചതിൻ്റെ യേശുവിന് വേണ്ടിയാണ്. ലോകം എനിക്ക് വിഷയമായിരുന്നില്ല, ജഡസുഖങ്ങൾ എനിക്ക് വിഷയമായിരുന്നില്ല. എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അവൻ്റെ വിളി എൻ്റെ മേൽ വന്നു. എൻ്റെ കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, അത് ദൈവം ഓർക്കാതെ ആഴക്കുഴിയിൽ നിന്ന് എന്നെ കോരിയെടുത്തിട്ട് എൻ്റെ മേൽ ഒരാശ ദൈവം വെച്ചു. അത് സമാധാനത്തോടെ സംതൃപ്തിയോടെ തികച്ച്, കർത്താവെ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് കടന്നു പോകാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് എത്ര പേരത് ഗൗരവമായി ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ പറയുന്ന ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിയരെ? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർവരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് അവിടെ വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവങ്കിൽ പ്രത്യാശയുള്ള ഏവർക്കും തന്നെ. ഈ വചനം കേൾക്കുന്നുണ്ടോ, പ്രസംഗിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ അത് ശരിയാണ്. ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എത്ര ഭാഗ്യകരമായൊരു മരണം. ചക്രവർത്തിയുടെ വാള് കഴുത്തിൽ വരുമെന്നറിയാം, അധികം താമസിക്കാതെ മരിക്കുമെന്നറിയാം. അപ്പോസ്തലന് സന്തോഷമാണ്. എന്താ കാര്യം? മരിച്ച കർത്താവിൻ്റെ മുഖം കാണാൻ പറ്റുമല്ലോ പെട്ടെന്ന്. അല്പം പോലും പേടിയില്ല. നമ്മൾ ഒരു പാട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ, കടന്നു ചെന്നുമ്പോൾ അവിടെ മലകന്മാർ ചോദിച്ചു, നിനക്ക് ഭൂമിയിൽ നിന്ന് കടന്നു വരുമ്പോൾ വല്ല പ്രയാസം ഉണ്ടായിരുന്നോ എന്ന്. ഒരിക്കലും ഇല്ല, എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല, എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് പറയാൻ പറ്റും? ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭൂമിയിലെ കാര്യപരിപാടികളെല്ലാം ഉണ്ട്. ഒരു ദിവസം ദൈവം വിളിക്കുമ്പോൾ സമാധാനത്തോടെ കടന്നു പോകാൻ, സംതൃപ്തിയോടെ കടന്നു പോകാൻ എത്ര പേർക്ക് സാധിക്കുന്നുള്ളതാണ് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. നാം ഏത് കൂട്ടായ്മയിലാണ്, എത്ര നാൾ കൂട്ടായ്മയിലുണ്ടായിരുന്നു, ഇതൊന്നും ദൈവം നോക്കുന്നില്ല. എൻ്റെ അവസാനം എങ്ങനെയുണ്ട്? നമ്മൾ പറയുമല്ലോ, ആരംഭത്തേക്കാൾ അവസാനമാണ് ഏറ്റവും നല്ലതെന്ന്. അവസാനം എങ്ങനെയായിരിക്കും? പ്രായത്തിക്കും വരുമ്പോൾ ക്ഷീണങ്ങൾ കാണും, ഓർമ്മകൾ കുറവായിരിക്കും, വളരെ ബലഹീനമായൊരവസ്ഥയായിരിക്കും. നിലപുസ്തകൻ പറയുന്നുണ്ട്, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എൻ്റെ അകമയുള്ള മനുഷ്യൻ
നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച ക്രിസ്തുവിൻ്റെ അതേ ഭാവത്തോടുകൂടി വരുമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ അനേക പ്രായമുള്ളവരെ കാണാറുണ്ട്. അവരുടെ ബോധം നിറയുന്നു, അവരുടെ സുബോധം നഷ്ടപ്പെടുന്നു, അവരുടെ ഓർമ്മ നഷ്ടപ്പെടുന്നു, അവരുടെ ശരീരത്തിന് ബലഹീനമാകുന്നു, അവർ വെജിറ്റേറ്റീവായിട്ട് നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ജീവിക്കുന്നു ആയുസ് ദൈവം തരുന്നതുകൊണ്ട് ജീവിക്കുന്നു. ഒരു വാർക്കും ഒരു പ്രയോജനമില്ലാതെ, ഒരു സുബോധവും ഇല്ലാതെ, ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു അവസാന കാലം ഞാൻ എൻ്റെയും കാണാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവം അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടാകരുത്. നല്ല സുബോധത്തോടുകൂടി, നല്ല സമാധാനത്തോടുകൂടി ഉള്ള കാലം അവസാന ശ്വാസം വരെയും ദൈവത്തിന് പ്രയോജനമുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തീരണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിന് എന്തു വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ മരണക്കിടക്ക് എങ്ങനെയുള്ളതാണ്? അത് അബോധാവസ്ഥയിൽ നിന്ന് ആളുകളെ കിടക്കുകയായിരിക്കുമോ? ആയിക്കോട്ടെ, എന്നാലും സാരമില്ല. നിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമോ? നിൻ്റെ നാവ് അനങ്ങുന്നില്ല, ശരിയാണ്. പക്ഷേ വർഷങ്ങളായി നീ നേടിയെടുത്തൊരു പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടെന്ന് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടെങ്കിൽ നമുക്ക് അറിയുന്നില്ലല്ലോ. എന്നാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എൻ്റെ ദേഹം ക്ഷയിക്കുമ്പോഴും എൻ്റെ ബോധം നശിക്കുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ പൊന്നുപോലെ കാത്തുപരിപാലിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് ബോധം കിട്ടിയില്ലെങ്കിലും, എനിക്ക് പ്രായാധിക്യം വന്നാലും എനിക്ക് വേണ്ടി പക്ഷപാതം കഴിക്കാൻ, എനിക്ക് വേണ്ടി ദൈവത്തോട് അത് ചെയ്യാൻ, എൻ്റെ ശുദ്ധീകരണം തയ്ക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ നിന്ന് പ്രാവ് കുറുകുന്ന പോലെ ആത്മാവ് കുറുകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം സ്തെഫാനോസ് മരണത്തെ പുൽകിയത് എങ്ങനെയാണെന്ന് പറയാം. ഈ പ്രതികൂലങ്ങൾ തന്നെയാണ്, കല്ലേറ് തന്നെയാണ്. എന്നാൽ അവസാനം ഒരു കാഴ്ച കണ്ട് സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച. ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? മരണത്തോടെടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, പിതാവായ ദൈവം ഇവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്, പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റുന്നുണ്ട്, എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന കാഴ്ച. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിനകത്ത് ആളുകൾ 2000 കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമല്ലാതെ അതിന്ന് ആവർത്തിക്കപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കഴിയും സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. സ്തെഫാനോസ് അങ്ങനെ വലിയ ആളൊന്നും ആയിരുന്നില്ല, ഒരു ചെറുപ്പക്കാരനായിരുന്നു, ശരിയാണ്, ആത്മനിറവുള്ള ഒരു മനുഷ്യനായിരുന്നു, സമാധാന സാക്ഷ്യമുള്ള മകനായിരുന്നു. അധികാലമൊന്നും ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയില്ല, എങ്കിലും ഉള്ള കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനം കണ്ടു, പുത്രൻ പരാൻ എഴുന്നേറ്റ് തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന കണ്ടു. പ്രിയപ്പെട്ടവരെ, അത്ര മനോഹരമായ ജീവിതം എൻ്റെ ആത്മാവിനെ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ കല്ലേറിന് നടുവിൽ, വേദനയുടെ നടുവിൽ, സങ്കടത്തിൻ്റെ നടുവിൽ ഇതൊന്നും അറിയാത്തവനായി സമാധാനത്തോടെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഇത് ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് സാധിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ഒരു കല്ലേറ് കൊണ്ട് മരിക്കണമെന്നൊന്നുമില്ല, അല്ല ചക്രവർത്തിയുടെ വാളുകൊണ്ട് കഴുത്ത് പോകണമെന്നൊന്നുമില്ല. അതൊക്കെ രക്തസാക്ഷികളായി ഒഴി തീർന്നു. ഇന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളാണ്. ഈ പറയുന്ന രീതിയിലുള്ള ആ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കില്ലെങ്കിലും ജീവിക്കുന്ന കാലത്തെ രക്തസാക്ഷികളായി നിൽക്കാൻ പറ്റുമോ? കർത്താവ് തന്ന ആയുസ് തികച്ചുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, തൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ജീവനുള്ള ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി, ആത്മാവിനെ പകർന്നു കൊടുക്കുന്നവരായി, ആത്മാവിൻ്റെ ജീവനാദി ഒഴുകുന്നവരായി തീരാൻ എത്ര പേര് ജീവിതം ദൈവത്തിന് വേണ്ടി വേർതിരിക്കും? അതാണ് യേശു നിലവിളിച്ചതിൻ്റെ പിന്നുള്ള രഹസ്യം. യേശുവിൻ്റെ നിലവിളി വെറുതെ ഒന്നുമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങി കേൾക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അത് മുഴങ്ങി കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം എന്തിൻ്റെ കാര്യങ്ങളെല്ലാം പിടിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിൽക്കുന്നത്. ലോകമേ ശരണം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. ഈ ലോകത്തിലെ ഉത്തരവാദിത്തത്തിലും ഭാരത്തിലും കഴിയുന്നവരുണ്ട്. അനേക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നു, അനേക വിഷയങ്ങളിൽ സങ്കടപ്പെടുന്നു. എനിക്ക് പാപത്തിനുമേ ജയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേഴുന്ന അനേകരെ ഞാൻ കാണുന്നുണ്ട്. ആരെയാണ് പ്രിയപ്പെട്ടവരെ ഉത്തരവാദി? നിനക്ക് സഹോദര പാപത്തിനുമേ ജയമില്ലെങ്കിൽ വേറെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നീ വിചാരിക്കുന്നത്? നിന്റെ പാപത്തിൻ്റെ പ്രശ്നം നീ പരിഹരിച്ചേ പറ്റുള്ളൂ. നിനക്ക് കാൽവറി കുരിശുണ്ട്, നിന്റെ മുമ്പിലേക്ക് അത് വെളിപ്പെട്ട് വരുന്നുണ്ട്. നീ നടന്നു എന്നിട്ട് അത്യാവശ്യക്കാരനായി പാപത്തിന് ചുവടുകളെല്ലാം ക്രൂശിന് ചൂടിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് സമാധാനത്തോടെ നിനക്ക് ജീവിക്കാൻ കഴിയില്ലേ? ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അനേകരുടെ മുമ്പിൽ സാക്ഷ്യത്തോടെ നിൽക്കാനുള്ള കഴിവ് ദൈവം നിനക്ക് തന്നിട്ടില്ലേ? അവസരം തന്നിട്ടില്ലേ? മകനെ, നീ അതെല്ലാം നിസ്സാരമെന്ന് കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇത് പിശാചിൻ്റെ കെണിയല്ലേ? ഇത് പിശാചിൻ്റെ തന്ത്രമല്ലേ? മകനെ, നീ എന്തിനീ പിശാചിനെ തന്ത്രത്തിൽ വീഴണം?
നീ ഉയരത്തിലേക്ക് നോക്കുക. നിനക്ക് വേണ്ടി നിലവിളിക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. നിനക്ക് വേണ്ടി അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന യേശുവിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. ആ ക്രൂശിൻ ചൂട് നിന്നെ ആകർഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം കേട്ടിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം മറന്നു പോകുന്നവരായി തീരുമോ? എല്ലാ ദിവസവും നമുക്ക് വചനം കേൾക്കുന്നുണ്ട്. കേൾക്കുന്ന അല്പനേരത്തേക്ക് ഒരു ചെറിയൊരു സമാധാനം വല്ലതും കിട്ടുമായിരിക്കും. അത് കഴിയുമ്പോൾ ഇതെല്ലാം തീരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയാണോ സഹോദര? ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വാദിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് വാദിക്കുകയാണ്. തൻ്റെ പുത്രനെ ക്രൂസിലേക്ക് വിട്ടിട്ട് നേടിത്തന്ന സൗഭാഗ്യം നീ സ്വന്തമാക്കിയോ? കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് ചോദിക്കാനൊന്നേ ഉള്ളൂ, എൻ്റെ മകനെ ക്രൂസിലേക്ക് ഏൽപ്പിച്ചത് നിനക്കൊരു വിഷയമായിരുന്നില്ലേ? നീ അതുകൊണ്ട് എന്ത് നേടിയും ചോദിച്ചാൽ സഹോദര എന്തു പറയും? നിന്റെ ആത്മാവിന് വേണ്ടി കരുതിയ ഒരു ദൈവം നീ അതിനു വേണ്ടി കരുതുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ 2 നിലവിളി നമ്മളെ പഠിപ്പിക്കുന്നത് ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശു പറയാണ്, നിന്റെ ആത്മാവിനെ നീ കരുതുക. നിന്റെ ആത്മാവിൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നാലും സാരമില്ല, എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ ക്രൂശ് ചൂട്ടിലേക്ക് വരിക. നിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക. ഞാനത് ചുമങ്ങാം, ഞാനത് കഴുകിത്തരാം. നിനക്ക് എൻ്റെ ആത്മാവിനെ തരാം. എൻ്റെ ആത്മാവിൻ്റെ ഹിതപ്രകാരം നീ ജീവിക്കാൻ നീ തീരുമാനം എടുക്കുക മകനെ. ഞാൻ നിന്നെ ഉന്നതങ്ങളിലേക്ക് നടത്താമെന്നാണ് പറഞ്ഞത്. ഞാൻ നിൻ്റെ കൂടെ കഴിയാമെന്നാണ് പറഞ്ഞത്. നീ നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാമെന്നാണ് പറഞ്ഞത്. നിന്റെ അവസാന ശ്വാസം വരെ ഞാൻ അവിടെ നിൻ്റെ കൂടെ കാണും. നിന്റെ ആത്മാവിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. ഞാൻ ഉറപ്പ് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. തങ്കലിപികളിൽ ജീവന്റെ പുസ്തകത്തിൽ ഞാൻ നിന്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മകനെ, സ്വർഗീയ ആശ്വാസം പ്രാപിക്കാൻ നിനക്ക് കഴിയുമോ? ദൈവം ഓരോരുത്തരെയും ആടി വിളിക്കുകയാണ്. ഓരോരുത്തരെയും തൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. നശിച്ചു പോകണ്ട, സാത്താൻ്റെ അടിമ നോത്തി കഴിയണ്ട, അന്ധകാരത്തെ കഴിയണ്ട, സമാധാനമില്ലാതെ ജീവിക്കണ്ട. സമാധാനം പകർന്നുകൊണ്ട്, യേശുവിനെ പകർന്നുകൊണ്ട് നിനക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യം തന്നിട്ടുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.